ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നല്ല നാടൻ കാടക്കറി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എളുപ്പത്തിൽ എങ്ങനെ നല്ല നാടൻ കാടക്കറി ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. എന്തൊക്കെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 4 സ്പൂൺ, മുളക് പൊടിയും കുരുമുളക് പൊടി 2 സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഗരം മസാല 1 സ്പൂൺ, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒരു 10 അല്ലി വീതം എടുത്തിട്ടുള്ളത്. ഇഞ്ചി 1 കഷ്ണം, ആവശ്യത്തിന് ഉപ്പും. നന്നായിട്ട് വൃത്തിയാക്കിയ കാട 5 എണ്ണമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 3 വലിയ ഉള്ളി, 2 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങാപ്പാൽ, 1 പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. കടായി നമുക്ക് ചൂടാക്കാൻ വെക്കാം. കടായി നന്നായി ചൂടായ ശേഷം 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. 4 അല്ലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 സ്പൂണ് ചേർത്തിട്ടുള്ളൂ. നല്ലോണം എരിവ് ഇഷ്ടമുള്ള ആളുകൾ കൂടുതൽ ചേർക്കുക. പിന്നീട് അതിലോട്ട് കുറച്ച് 2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ഉപ്പും. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കടായിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ വഴറ്റാനൊക്കെ ഉപയോഗിക്കുക. മറ്റേത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഈ മസാല വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപയോഗിച്ചിട്ടുള്ളത് 2 കപ്പ് വെള്ളമാണ്. എന്നിട്ടത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. നല്ലോണം മസാല ഒക്കെ അതിലേക്ക് പിടിക്കണം. ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിം ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കാട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടും കറി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം. ഇത് ഞാൻ മറിച്ചിടുന്നുണ്ട്. 2 സൈഡിലും മസാല പിടിക്കണം. നന്നായിട്ട് തിളച്ച് വരണം. ഞാനിത് മൂടി വെക്കുകയാണ്. കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വറ്റി ഗ്രേവി രൂപത്തിലാവണം. ഏകദേശം വെന്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൂടുതൽ നേരം തിളക്കരുത്. സിമ്മിലിട്ട് വെക്കുക.
തേങ്ങാപ്പാൽ രണ്ട് സൈഡിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലാണ്. മല്ലിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.